എത്രത്തോളം റിസ്കി ആയിരുന്നു അതോ ചെയ്യാൻ എൻജോയ് ചെയ്താണോ ഇത് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി 4 ആഴ്ച മുമ്പ് തന്നെ എൻ്റെ ഒരു ആക്ടിങ് ട്രെയിനർ ഉണ്ട്, സാംബായ് എന്ന് പറഞ്ഞിട്ട്. സാമങ്കിൾ എന്ന പേര്, പക്ഷെ ഞാൻ സാംബായ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ കൂടെ ഇരുന്ന് ഹി ട്രെയിൻ മീ ഫോർ ആക്ടിങ്. എന്നിട്ട് നമ്മൾ 4 ആഴ്ച ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ്. 2 കാലഘട്ടത്തിൻ്റെ എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് നമ്മൾ ഡയലോഗ് ഡെലിവറി, ആക്ഷൻസ്, സ്ലാങ് എല്ലാം കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂസ്ലി, നോട്ട് ഈവൺ എ ബ്രേക്ക് ഓൺ സൺഡേ. എന്നിട്ട് അത് ചെയ്തിട്ട് ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി ആൻഡ് ദെൻ പക്ഷെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഉണ്ടായി. എന്നിട്ട് ക്യാരക്ടറിനകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര നെർവസും അൺകംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ കംഫർട്ടബിളായി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആഫ്റ്റർ ഡേ 3 or 4 കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറിൻ്റെ അകത്ത് കയറിയത്. അതല്ലാതെ അമ്മയാണെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് ക്യാരക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ഒരു മെയിൻ റോള് പ്ലേ ചെയ്തായിരുന്നു. അമ്മേൻ്റെ വോയിസ് ആയിരുന്നു എൻ്റെ മൂഡ് കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ അമ്മ കൂക്കി, അപ്പോൾ എൻ്റെ മൂഡ് ഡൗൺ ആവും. അപ്പോൾ ആ സീനിന് വേണ്ടി കറക്റ്റ് സാധനം വരും. അപ്പോൾ സാംബായ്, അച്ഛൻ, അമ്മ, NFDC, അത് കഴിഞ്ഞിട്ട് ഉമേഷ് അങ്കിൾ, അനിർബാൻ അങ്കിൾ എല്ലാവരും ഒരു മേജർ റോള് പ്ലേ ചെയ്തായിരുന്നു ഫോർ മൈ പെർഫോമൻസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ഗുഡ്. പ്രിയങ്ക ചേച്ചിയോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിയങ്ക ആൻറ്റി ജസ്റ്റ് ലൈക്ക് ഷീ സെഡ് എൻ്റെ അമ്മേനെ മാതിരിയായിരുന്നു. ആക്ച്വലി അമ്മ എപ്പോഴും എന്നെ എന്ന് വെച്ചാൽ കരയിപ്പിക്കും. ഞാൻ ആക്ച്വലി കരഞ്ഞായിരുന്നു ചില സീൻസിൽ, അത് അമ്മേൻ്റെ കാരണമായിരുന്നു. എന്നിട്ട് അമ്മ എന്നെ മൂഡ് ഓഫ് ആക്കുമ്പോൾ ഞാൻ പ്രിയങ്ക ആൻറ്റിയുടെ അടുത്ത് പറയും. എന്നിട്ട് ആൻറ്റി ആണെങ്കിൽ എന്നെ കംഫർട്ട് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് പോയി, നീ എന്തിനാ മോനെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ, അങ്ങനെ ചേച്ചി എന്തിനാ മോനെ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ സെയിം, ഷീ വാസ് ലൈക്ക് എ മദർ ടു മീ. ഈവൻ വി ഹാഡ് മെനി കോമ്പിനേഷൻ റോൾസ്. ഒരു പാട്ട് പാടി ഉറക്കുന്ന, ദാറ്റ് വാസ് ഓൾസോ ഐ ലൈക്ഡ് ഇറ്റ് എ ലോട്ട് ആക്ച്വലി. ഓൾസോ ഇതിനകത്ത് ഈ ഒരുപാട് ഇപ്പം ലൈഫിൽ ഉണ്ടാകേണ്ട കുറേ ക്വാളിറ്റീസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം അച്ഛൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, അമ്മയുടെ അടുത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സോ ഇതൊക്കെ ജീവിതത്തിലൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്? വാല്യൂസ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അമ്മയും അച്ഛൻ ബ്രിങ് മീ അപ്പ് ലൈക്ക് ദാറ്റ്. അങ്ങനെ തന്നെ വാല്യൂസും കിട്ടും. അപ്പോൾ അതിനൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യും. അതല്ലാതെ ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് യു ഗെറ്റ് സഡൻലി, ഇറ്റ്സ് സംതിങ് വിച്ച് യു ആർ ബ്രോട്ട് അപ്പ് ഇൻ. പിന്നെ ഇപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രത്തിനെ പറ്റി നോക്കുവാണെങ്കിൽ ഡബിളാണ് ചെയ്തിരിക്കുന്നത്. രണ്ടും 2 ഡിഫറെൻറ്റ് ടൈം ലൈൻ മാത്രമല്ല, ക്യാരക്ടർ നോക്കി കഴിഞ്ഞാൽ 2 ഗ്രാഫാണ്, 2 ക്യാരക്ടറാണ്. ഒന്നിപ്പം ജെൻസി ലൈക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നിട്ട് ഭയങ്കര ഓൾഡ് ഇന്നസെന്റ് ക്യാരക്ടർ. അപ്പോൾ ഈ 2 പരിപാടി, 2 ക്യാരക്ടർ മാറ്റി മാറ്റി ചെയ്യുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ അത് റെഫറൻസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? റെഫറൻസ് അങ്ങനെയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ കമൽഹാസൻ്റെ ഒരു പടം കണ്ടായിരുന്നു, വേർ ഹി പ്ലേസ് 4 roles. പടത്തിൻ്റെ പേര് മറന്ന്, മൈക്കിൾ മദൻ കാമരാജൻ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആക്ച്വലി അതിൻ്റെ ഒരു ഹിന്ദി വേർഷൻ ഞാൻ കണ്ടായിരുന്നു, ഒരു റീമേക്ക്. എന്നിട്ട് ക്വസ്റ്റ്യൻ പിന്നെയും അപ്പോൾ ഈവൻ ഇൻ 2025 നമ്മൾ 2 ക്യാരക്ടറും പ്ലേ ചെയ്യും. അപ്പോൾ അത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സാംബായ്, മൈ ആക്ടിങ് ട്രെയിനർ, എൻ്റെ അടുത്ത് പറയും ക്യാരക്ടർ സ്വിച്ച് ചെയ്യും, അടുത്തത് വേറെ സെറ്റ് റോള് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡയലോഗ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും, ലഞ്ച് ബ്രേക്കിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ഇംപ്രൂവൈസേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യും. എന്നിട്ട് എന്താ നല്ലതെന്ന് എന്നിട്ട് നമ്മളങ്ങനെ കുറേ റിഹേഴ്സ് ചെയ്യും വിത്തൗട്ട് ദ ആക്ടേഴ്സ്. അതല്ലാതെ ഞാൻ പ്രിയങ്ക ആൻറ്റിയുടെ കുറേ പ്രാവശ്യം ഡയലോഗ്സ് ഒക്കെ റിഹേഴ്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ആൻഡ് പാലക്കാടിലാണെങ്കിൽ ഇറ്റ് വാസ് ഭയങ്കര ഫ്രീ ആയിരുന്നു ആക്ച്വലി. ആ സമയത്ത് അമ്മ ഒന്നും പറഞ്ഞില്ല, പക്ഷെ 2025 ആയിരുന്നു അമ്മ കൂടുതൽ പറഞ്ഞത്. ആൻഡ് പാലക്കാടിൽ ഭയങ്കര ഫ്രീ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര കെയർ ഫ്രീ, എന്തെന്ന് വെച്ചാൽ ചെയ്യാം. ബിക്കോസ് പ്രസൻറ്റ് നിന്ന് ഫ്യൂച്ചറിലോട്ട് വരുമല്ലേ, സോറി പാസ്റ്റിലോട്ട് പോകുമല്ലേ, അങ്ങനെ. എനിക്കൊന്ന് ആൻസർ ചെയ്യാനായിരുന്നു. I'll just answer that better. എന്താന്ന് വെച്ചാൽ 2 കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ഈ 85-ലെ ക്യാരക്ടർ ഇത്തിരി സട്ടിലായിരുന്നു. 25-ലെ ക്യാരക്ടർ അവൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടർ ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ അവൻ്റെ സട്ടിൽ ക്യാരക്ടർ വരുമ്പം ആ റോൾ പ്ലേ ചെയ്യുമ്പം അവൻ ഇപ്പോഴും പ്രസൻറ്റിലായിരുന്നു. അപ്പം അവൻ എങ്ങനെയാണ് അതിലോട്ട് കൊണ്ടുവരേണ്ടതെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ആക്ച്വലി സത്യസന്ധമായിട്ട് പറയാം, ഞാൻ നല്ല വഴക്ക് പറഞ്ഞിരുന്നു സെറ്റിൽ. നല്ല തെരുവിളിയായിരുന്നു.
തെരുവിളിയായിരുന്നു. അപ്പൊ എല്ലാരും കൂടെ വഴക്ക് പറയായിരുന്നു, എന്തിനാ ഇങ്ങനെ മക്കളെ മോനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വഴക്ക് പറയുന്നത്, സെറ്റിൽ ഇങ്ങനെ വഴക്ക് പറയുന്നത്. അപ്പത്തേക്ക് ഞാൻ മിണ്ടാടിക്ക്, എനിക്കറിയാം ഞാൻ എന്തിനാ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ. അപ്പൊ എല്ലാവരുടെ അടുത്ത് വഴക്ക് പറയുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് ഇവൻ പോയിട്ട് പ്രിയങ്കേന്റെ അടുത്ത് കാര്യം, അമ്മ എന്നെ വഴക്ക് പറയുന്നത് എല്ലാവരുടെയും മുമ്പിൽ. അച്ഛൻ്റെ അവന്റെ ആദിനാഥിന്റെ അടുത്തും പോയിട്ട് കംപ്ലൈന്റ് പറയായിരുന്നു. ഞാൻ നീ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ കംപ്ലൈന്റ് പറഞ്ഞാലും ഞാൻ നിന്നെ തെറി വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ അവന് മനസ്സിലായി ഞാൻ തെറി വിളിക്കാൻ പോവാണെന്ന് എല്ലാവരുടെ മുമ്പിൽ. അപ്പൊ ബേസിക്കലി ആക്ച്വലി അവന്റെ മൂഡ് ഓഫ് ആക്കാനായിരുന്നു ഞാൻ നോക്കിയത്, സോ ദാറ്റ് ഹി ഗെറ്റ്സ് ലിറ്റിൽ ലെസ് ഹൈപ്പർ. അവൻ കുറച്ച് ഹൈപ്പർ ആയിട്ട് കളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവനെ മൂഡ് ഇത്രയും ഭയങ്കര ബാഡ് ആക്കിയിട്ട് അവനെ വിഷമിപ്പിച്ചിട്ട് അപ്പൊ അവൻ ആ സട്ടിൽ റോൾ പ്ലേ ചെയ്തു. പക്ഷെ ഞാൻ തിരിച്ച് പാലക്കാടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ അവൻ അവിടുത്തെ 25ന്റെ കുട്ടി പോയപ്പോഴത്തേക്ക് അന്ന് ആ ലൊക്കേഷനിൽ ഒറ്റ വഴക്ക് അടിയില്ലായിരുന്നില്ല. പക്ഷെ അവൻ ഈ ട്രിവാൻഡ്രം വെച്ച് ഷൂട്ട് ചെയ്തതിന് എന്നെന്നും അടിയായിരുന്നു, ഞാനും അവൻ തമ്മിൽ പൂരടി.